ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ നവമോऽധ്യായ. ശ്രീശുക ഉവാച. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധസ്വയം ദധി. യാനി യാനീഹ ഗീതാനി തൽബാലചരിതാനി ച ദധി നിർമന്ധനേ കാലേ സ്മരന്തി താന്യഗായത. ക്ഷൗമം വാസപൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്തുതകുചയുഗം ജാതകമ്പം ച സുഭ്രൂ. രജ്വാകർഷശ്രമഭുജചലൽക്കങ്കണൗ കുണ്ഡലേ ച സ്വിന്നം വക്ത്രം കപരവികളന്മാലതീ നിർമ്മമന്ധ. താം സ്തന്യകാമാസാദ്യ മധ്നന്തീം ജനനീം ഹരി ഗൃഹീത്വാ ദധിമന്ധാനം ന്യഷേധൽ പ്രീതിമാവഹൻ. തമംഗമാരൂഢമപായേൽ സ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷതി മുഖം. അതൃപ്തമുത്സൃജ്യ ജവേന സായയൗ ഉത്സിച്യമാനേ പയസി ത്വധിശ്രിതേ. സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സംദശ്യ ദദ്ഭിർദധിമന്ധഭാജനം ഭിത്വാ മൃഷാശ്രു ദൃഷദശ്മനാരഹോ ജഘാസഹയ്യംഗവമന്തരം ഗത. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സംദൃശ്യ ച ദധ്യമത്രകം. ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മ തജ്ജഹാസ തം ചാപി ന തത്ര പശ്യതി. ഉലൂഖലാഘ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദതതം ശിചിസ്ഥിതം ഹയ്യംഗവം ചൗര്യവിശങ്കിതേ ക്ഷണം നിരീക്ഷ്യ പശ്ചാൽ സുതമാഗമച്ഛനയ്യേ. താമാത്തയഷ്ടിം പ്രസമീക്ഷ സത്വരസ്തതോ വരുഹ്യാപസസാരഭീതവൽ ഗോപ്യന്വധാവന്നയമാപയോഗിനാം ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഃ. അന്വഞ്ചമാനാ ജനനീ ബൃഹച്ഛലശ്രോണീ ഭരാക്രാന്തഗതി സുമധ്യമാ. ജവേന വിസ്രംസിതകേശബന്ധനച്യുതപ്രസൂനാനുഗതി പരാമൃശൽ. കൃതാഗസം തം പ്രരുദന്തമക്ഷിണീ കഷന്തമഞ്ജന്മഷിണീ സ്വപാണിനാം. ഉദ്വീക്ഷമാണം ഭയവിഹ്വലേക്ഷണം ഹസ്തേ ഗൃഹീത്വാ ഭിഷയന്ത്യവാഗുരൽ. ത്യക്ത്വാ യഷ്ടിം സുതം ഭീതം വിജ്ഞായാർഭഗവത്സല. യേഷ കില തം ബദ്ധും ധാംനാ തദ്വീര്യകോവിദാം. ന ചാന്തരന്ന ബഹിര്യസ്യ ന പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശാന്തരജഗതോ യോ ജഗച്ഛയ. തം മത്വാത്മജമവ്യക്തം മർത്യലിംഗമധോക്ഷജം ഗോപിഗോലൂഖലേ ദാംനാ ബബന്ധ പ്രാകൃതം യഥാ. തദ്ദാമബധ്യമാനസ്യ സ്വാർഭഗസ്യ കൃതാഗസ ദ്വംഗുലോനമഭൂത്തേന സന്തധേന്യച്ച ഗോപികാം. യദാസീത്തദപി ന്യൂനം തേന അന്യദപി സന്തധേ തദപി ദ്വംഗുലം ന്യൂനം യദ്യദാദത്തബന്ധനം. ഏവം സ്വഗേഹദാമാനി യശോദ സന്തധത്യപി ഗോപീനാം സുസ്മയന്തീനാം സ്മയന്തി വിസ്മിതാഭവൽ. സ്വമാതു സ്വിന്നഗാത്രായ വിസ്രസ്തകപരസ്രജ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനേ. ഏവം സന്ദർശിതാഹ്യംഗ ഹരിണാ ഭൃത്യവശ്യതാം. സ്വവശേനാപി കൃഷ്ണേന യസ്യേദം സ്വേശ്വരം വശേ. നേമം വിരിഞ്ചോ ന ഭവോ ന ശ്രീരപ്യംഗസംശ്രയ. പ്രസാദം ലേഭിരേ ഗോപി യത്തത് പ്രാപ വിമുക്തിദാൽ. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുത. ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തിമതാമിഹ.
കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായാം മാതരി പ്രഭു അദ്രാക്ഷേദർജുനൗ പൂർവം ഗുഹ്യകൗ ധനദാത്മജൗ പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാൽ നളകൂബരമണിഗ്രീവാ വിധിഖ്യാതൗ ശ്രിയാന്വിതൗ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീപ്രസാദോ നാമ നവമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാംഗനായൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവവംശരത്നം. ശ്രീ ശുകബ്രഹ്മർഷി ശ്രീകൃഷ്ണ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ബാലലീലകളെയും ഗോകുലത്തിലെ മനോഹരമായിരിക്കുന്ന ലീലകളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. യശോദ നന്ദന്മാരുടെ ഉണ്ണിയായിട്ടുള്ള ഭാവത്തിൽ അമ്പാടിയിൽ മുട്ടൂത്തി കളിച്ചുകൊണ്ടും ഓരോരോ വികൃതികളെയും കാണിച്ചുകൊണ്ടും ഓരോ ഗോപിഗോപാലന്മാരുടെ ഗൃഹങ്ങളിലായിട്ടും മോഷണ ലീലകളൊക്കെ ആടിക്കൊണ്ടും തൻ്റെ അമ്മയ്ക്ക് മണ്ണ് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഭാവത്തിൽ വാതുറന്ന് വിശ്വരൂപം തന്നെ കാണിച്ചു കൊടുത്ത ആ ഉണ്ണിയുടെ മനോഹരമായിരിക്കുന്ന ലീലകൾ എത്രയാണ് ഗോപിഗോപാലന്മാരെയും നന്ദയശോദമാരെയും ആനന്ദിപ്പിച്ചത് എന്നതിന് കണക്കില്ല. ഗോപികമാരൊക്കെ പറഞ്ഞു കേട്ടതായിട്ടുള്ള ഭഗവാന്റെ ആ വികൃതികളെ കേട്ട് തൻ്റെ ഉണ്ണിയുടെ വികൃതിയെ തനിക്കും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നതായിട്ടുള്ള യശോദാദേവിക്കാണ് ഭഗവാൻ അതിമനോഹരമായിട്ടുള്ളൊരു ലീലയിലൂടെ തൻ്റെ വികൃതിയെ കാണിച്ചു കൊടുത്തു. ദാമോദര ലീല എന്ന് പ്രസിദ്ധമായിട്ടുള്ളതാണ് ആ ഒരു രംഗം. ഭഗവാൻ ദാമോദരനായി യശോദാദേവി പിടിച്ചു കെട്ടിയതായിട്ടുള്ള ആ ഒരെല്ല് ബന്ധനസ്ഥനായി കൊണ്ട് നിന്ന് അനുഗ്രഹിച്ചതായിട്ടുള്ള ലീല. ആ രംഗത്തെയാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് വർണ്ണിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 വയസ്സ് പ്രായമായിട്ടുണ്ട്. ആ സമയത്താണ് ഒരു ദിവസം ദാസിമാരെല്ലാവരും ഓരോരോ ജോലികളിലായിട്ട് ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സമയം. യശോദാദേവി തന്നെ പ്രഭാതത്തിൽ നേരത്തെ എണീറ്റ് തൈര് കടയാനൊക്കെ ആയിട്ട് ആരംഭിച്ചു. ഭഗവാൻ ഉണർന്നെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ജോലികൾക്കൊന്നും സമയം കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് നേരത്തെ കാലുമുഖമൊക്കെ കഴുകി ഒരു വിളക്കൊക്കെ ഭംഗിയായിട്ട് കൊളുത്തി വെച്ചു. പശുവിനെ കറക്കൽ, പാല് കാച്ചാൻ വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തൈര് കടയാനായിട്ട് ആ അതിമനോഹരമായിരിക്കുന്ന രൂപത്തോടു കൂടിയ യശോദാദേവി തൈർക്കലം എടുത്തു വെച്ചുകൊണ്ട് കടകോലൊക്കെ എടുത്ത് കയറ് അതിൽ ചുറ്റി 2 കൈകളെ കൊണ്ടും അതിമനോഹരമായിട്ട് തൈര് കടയാൻ തുടങ്ങി. പൂതനാമോക്ഷം തുടങ്ങിയതായിട്ടുള്ള ഓരോരോ രംഗങ്ങളെ ഗോപികമാർ പറഞ്ഞു കേട്ടതും ഓരോ ഗോപീഗ്രഹങ്ങളിലും ചെയ്തിരുന്നതായിട്ടുള്ള വികൃതികളെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അവരൊക്കെ പാടുന്നതായിട്ടുള്ള പാട്ടുകളൊക്കെ മൂളിക്കൊണ്ടുമാണ് യശോദാദേവി തൈര് കടയണത്. അങ്ങനെ ആ ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് തൈര് കടയുന്നതായിട്ടുള്ള അമ്മയാണ് പ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോൾ ഉണ്ണി കാണുന്നത്. അമ്മയുടെ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആദ്യം അടുത്ത് നിന്ന് നിന്നു. ആദ്യം അമ്മയുടെ പിന്നിൽ ചെന്ന് ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു. അത് കഴിഞ്ഞ് പാല് കുടിക്കണം എന്നുള്ള മോഹത്തോടു കൂടി മുമ്പിൽ വന്ന് നിന്നു. അപ്പോഴാണ് ഈ തൈര് കടയിൽ കഴിഞ്ഞോട്ടെ എന്നിട്ട് പാല് പോരെ എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ആ കടഞ്ഞിരുന്ന ആ കടകോലിൽ കടന്നു പിടിച്ചു. എനിക്കിപ്പോൾ തന്നെ പാല് വേണം എന്നുള്ള വാശിയോടുകൂടി. അപ്പോഴാണ് യശോദാദേവി സന്തോഷമായിട്ട് ആ കയറൊക്കെ മാറ്റിവെച്ച് ഉണ്ണിയെ വാരി മടിയിലെടുത്ത് വാത്സല്യത്തോടുകൂടി പാല് കുടിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ മനോഹരമായിട്ടുള്ള മുഖത്തേക്ക് ഇങ്ങനെ നോക്കണു. ഭഗവാൻ പാല് കുടിച്ചുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിച്ച് പുഞ്ചിരിക്കണു. അമ്മയാണെങ്കിൽ
തൻ്റെ ആ വാത്സല്യം മുഴുവൻ ഉണ്ണിയിലേക്ക് പകർത്തി നൽകണു. അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുപ്പത്ത് വച്ചിരിക്കുന്നതായിട്ടുള്ള പാല് തിളച്ചു പൊങ്ങുന്നതായിട്ടുള്ള ശബ്ദം കേട്ടു. എന്നാൽ ആ പാല് വാങ്ങി വെച്ചിട്ടാവാം ഉണ്ണിക്ക് പാല് കൊടുക്കൽ എന്ന് വിചാരിച്ച് ഉണ്ണിയെ താഴെ ഇറക്കി വെച്ചു. യശോദ വേഗം ആ അടുപ്പത്ത് വെച്ചതായിട്ടുള്ള പാൽക്കലം മാറ്റി വയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് ഓടുകയാണ്. അപ്പോഴേക്ക് ഉണ്ണിക്ക് സങ്കടവും വന്നു, കുറച്ചൊരു ദേഷ്യവും വന്നു. അമ്മയ്ക്ക് എന്നേക്കാൾ വലുതാണോ ആ പാല് എന്നുള്ള ചിന്തയാണ് വന്നതോടുകൂടി കണ്ണുനീരൊഴുകുന്നതായിട്ടുള്ള ഭാവത്തിൽ ദേഷ്യം കൊണ്ട് ചുണ്ടൊക്കെ ഇങ്ങനെ വിറച്ച് അവിടെ അടുത്ത് കിടന്നിരുന്നതായിട്ടുള്ളൊരു കല്ല്, ആ കല്ലിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് വന്നു. അവിടെ തൈര് കലക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ വലിയ തൈരിൻ്റെ കലം അതൊരൊറ്റ അടി കൊണ്ട് തന്നെ ഉടയ്ക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ മറ്റ് പാത്രങ്ങളൊക്കെ തല്ലി പൊട്ടിക്കലും കഴിഞ്ഞു. പിന്നെ തലേ ദിവസമൊക്കെ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ധാരാളം വെണ്ണയൊക്കെ എടുത്തു. ആ വെണ്ണയൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്തു. പാൽപാത്രമൊക്കെ എടുത്ത് താഴ്ത്തു വെച്ച് അടുക്കളയിൽ നിന്ന് തിരിച്ചു വന്നതായിട്ടുള്ള യശോദാദേവി കാണുന്നത് എല്ലാ പാത്രങ്ങളും തല്ലി പൊട്ടിച്ചതും മാത്രമല്ല ആ തലേ ദിവസം എടുത്തു വച്ചിരുന്നതായിട്ടുള്ള സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള വെണ്ണ കാണാനുമില്ല, കൃഷ്ണനെയും കാണാനില്ല. അപ്പോൾ യശോദയ്ക്ക് ആദ്യം കണ്ണൻ്റെ ഈ ഒരു വികൃതിയൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു. അവിടെയൊക്കെ തിരഞ്ഞു നോക്കി, എല്ലാ മുറികളിലും തിരഞ്ഞു നോക്കി. അതിനുശേഷം എവിടെയാണ് ഇരിക്കുന്നതെന്ന് കുറേ അന്വേഷിച്ചപ്പോഴാണ് അവസാനം ഒരൽപ്പരയിൽ അവിടെ ഇങ്ങനെ ഒരു ഒരലിൻ്റെ മുകളിൽ ഉണ്ണി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ആ വെണ്ണ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് ഉരുട്ടി മുൻഭാഗത്തുള്ള കുരഞ്ഞന്മാർക്ക്, അതുപോലെ കുയിലുകൾക്ക്, മയിലുകൾക്ക്, ഇങ്ങനെ പൂച്ചകൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നതായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള വികൃതി കണ്ടപ്പോഴാണ് ഞാൻ ഇന്ന് ഒരു ശിക്ഷ കൊടുക്കണം എന്നിങ്ങനെ യശോദാദേവി തീരുമാനിക്കലുണ്ടായി. ഒരൽപ്പരയിൽ ഒരലിൻ്റെ മുകളിലിരിക്കുന്നതായിട്ടുള്ള ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ വരണ്ടോ എന്നുള്ളത്. യശോദയാണെങ്കിൽ ഒരു ചെറിയ മയിൽപ്പീലി ഇങ്ങനെ എടുത്തു വടിയായിട്ട്. അങ്ങനെ മെല്ലെ പതുങ്ങി പതുങ്ങി കണ്ണൻ്റെ പിന്നിലൂടെ അങ്ങോട്ട് ചെന്നു. യശോദ അടുത്തെത്തി എന്നതാണ് പിന്നെ കാണുന്നത്. അതോടുകൂടി ആ ഉരലിൻ്റെ മുകളിൽ നിന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങൽ കഴിഞ്ഞു. ഉരലിൻ്റെ ഉള്ളിലും കുറേ വെണ്ണുണ്ട്, ഭഗവാന്റെ തലയിലും കുറേ വെണ്ണുണ്ട്, കയ്യിലും കാലിലും മേലാസകലം വെണ്ണ തേച്ചുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് പിടിച്ചാൽ അങ്ങോട്ട് കിട്ടൂല. അങ്ങനെ ചാടി ഓടലും കഴിഞ്ഞു. യശോദയാണെങ്കിൽ പിന്നാലെ ആ ഉണ്ണിയെ പിന്തുടർന്നുകൊണ്ട് ഓടുന്നു. ശിശുബ്രഹ്മർഷി പറയുന്നുണ്ട്, എത്രയോ യുഗങ്ങളായിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള യോഗീശ്വരന്മാർക്ക് പോലും പിടികിട്ടാത്തതാണ് ഈ ഉണ്ണിയെ. എന്നാൽ യശോദാദേവി ആ ഉണ്ണിയെ പിടിക്കാനാണ് ഓടുന്നത്. ഇതൊന്നും യശോദയ്ക്ക് അറിയില്ലല്ലോ എന്നാണ്. അങ്ങനെ ഓടി 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 അവസാനം അമ്മ പിടിച്ചോട്ടെ എന്നെപ്പോഴാണോ വിചാരിച്ചത്, അപ്പോഴാണ് യശോദയ്ക്ക് ഉണ്ണിയെ പിടിക്കാനായിട്ട് സാധിക്കലുണ്ടായത്. പിടി കിട്ടിയപ്പോൾ യശോദ ഉണ്ണി ഇങ്ങനെ ഒന്ന് നോക്കി അടിമുടി. ഇന്ന് എന്തായാലും തൻ്റെ മുമ്പിൽ കുറ്റക്കാരനെ കിട്ടിയിട്ടുണ്ടല്ലോ. തൈര് കല മുടക്കലും വെണ്ണ മോഷ്ടിക്കലും മാത്രമല്ല കുരഞ്ഞന്മാർക്കും മറ്റും കൊടുത്ത് നശിപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിതരാതെ തന്നെ ഓടിപ്പിച്ച വല്ലാതെ കഷ്ടപ്പെടുത്തിയ ഉണ്ണി, ഈ ഉണ്ണിക്ക് ഇന്ന് നല്ലൊരു ശിക്ഷ കൊടുക്കണം എന്നാണ് തീരുമാനിച്ചു. അങ്ങനെ വലത് കൈയിലാണ് പിടിച്ചു യശോദ. അമ്മയുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ ഉണ്ണിങ്ങനെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി, തേങ്ങി തേങ്ങി കരയാനും തുടങ്ങി. അപ്പോഴാണ് ആ കണ്ണിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇടത് കൈ കൊണ്ട് തുടച്ച് കണ്ണീര് തുടയ്ക്കുക എന്നുള്ള ഭാവത്തിൽ അതിങ്ങനെ നല്ലോണം കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. അമ്മയുടെ മുഖത്തേക്ക് കയ്യിലുള്ള വടിയിലേക്കൊക്കെ ഇങ്ങനെ പേടിച്ചും കൊണ്ട് നോക്കുന്നുണ്ട്. ഇന്ന് ഉണ്ണിയെ നല്ലോണം ഒന്ന് പേടിപ്പിക്കണം എന്ന് യശോദ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ട് നല്ലോണം പേടിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ അത്രയും ഇങ്ങനെ യശോദ കൂടുതലായിട്ട് കോപം അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ തന്നോട് കോപിക്കണമെന്ന് കണ്ടിട്ട് ഉണ്ണിയാണെങ്കിൽ നല്ലോണം ക്രമത്തിൽ ഭയപ്പെടാനും തുടങ്ങിയതാണ്. അങ്ങനെ യശോദയുടെ ആ കോപാഭിനയവും ഭഗവാന്റെ ഭയാഭിനയവും കുറച്ച് നേരം ഉണ്ടായിന്ന്. ഈ രംഗത്തെ കുന്തിദേവി പറയുന്നുണ്ട് കുന്തി സ്തുതിയുടെ പ്രഥമസ്കന്ധത്തിൽ, ഗോപ്യാദതേ ത്വയി കൃതാകസിതാമതാവല്യാതേ ദശാശ്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ
സാ മാം വിമോഹയതി ഭീരപിയത് ബിഭേതി. യശോദയ്ക്ക് ഇങ്ങനെ ദേഷ്യം കൂടി വരണു എന്ന് കണ്ടപ്പോഴാണ് താൻ ഭയപ്പെടൽ കൂട്ടി കൊണ്ടുവരാണ്. യശോദ സത്യത്തിൽ ദേഷ്യം അഭിനയിക്കുകയായിരുന്നു. എന്നാൽ ഭഗവാൻ അതിനേക്കാളും നന്നായിട്ടാണ് തൻ്റെ ഭയം അഭിനയിക്കൽ. കാരണം ഭഗവാനെ ഭയം പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഭയത്തിന് പോലും ആരെയാണോ ഭയമായിട്ടുള്ളത് ആ ഭഗവാൻ എന്ത് ഭയം. ഇവിടെ യശോദയെ സന്തോഷിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അമ്മ നല്ലോണം താൻ പേടിക്കണമെന്ന് വിചാരിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് നല്ലവണ്ണം അഭിനയിക്കുകയാണ് പേടിയുള്ളതായിട്ട്. അങ്ങനെ പേടിച്ച് അഭിനയിക്കണു. യശോദയാണെങ്കിൽ കോപം അഭിനയിക്കലും. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ അഭിനയത്തിൽ യശോദ തോറ്റു എന്നാണ്. കാരണം കണ്ണനെ എത്രയാ പേടിപ്പിച്ചതെന്ന് കണക്കില്ല എന്നുള്ള നിലയ്ക്ക് തനിക്ക് കണ്ണനെ പേടിപ്പിക്കാൻ സാധിച്ചു എന്ന് യശോദ വിചാരിക്കുമ്പോഴും സത്യത്തിൽ കണ്ണന് യാതൊരു ഭയവുമില്ല. എന്നാൽ ഭയങ്കര അഭിനയിച്ച് താൻ അമ്മയുടെ മുമ്പിൽ പേടിച്ച് നിൽക്കണു എന്നിങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഭഗവാന് പേടിയില്ലാത്തിടത്തോളം സത്യത്തിൽ യശോദ എത്ര തന്നെ പേടിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ആ പുത്രനോടുള്ളതായിട്ടുള്ള വാത്സല്യം, ആ വാത്സല്യത്തോടു കൂടി തൻ്റെ ഉണ്ണിയെ ഭയപ്പെടണമല്ലോ എന്ന് തോന്നി. അപ്പോഴാണ് യശോദ വേഗം വടി കളഞ്ഞു. എന്നാലും എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഉരൽമ്പിൽ പിടിച്ച് കെട്ടിടാൻ നിശ്ചയിച്ചു എന്നാണ്. അപ്പോഴേക്ക് ആ കടകോലുമ്പോൾ തന്നെ ഉള്ളതായിട്ടുള്ള കയറങ്ങട് അഴിച്ചെടുത്തു. വേഗം ഉണ്ണിയെ ആ ഉരലിനോട് ചേർത്താണ്ട് കെട്ടിടാൻ തുടങ്ങി. കയറിൻ്റെ ഒരറ്റം ഉരലിൻ്റെ ഒരു ഭാഗത്തങ്ങോട്ട് മുറുക്കി കെട്ടി ബാക്കി ഭാഗം കൈകൊണ്ട് കൃഷ്ണനെ ഉരലിക്കങ്ങോട്ട് ചേർത്ത് പിടിച്ച് നല്ലോണം കെട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ആദ്യം കൊണ്ടുവന്നതായിട്ടുള്ള കയറ്, ആ കയറ് ലേശം നീളം കുറവ് തോന്നിയെന്നാണ്. അപ്പോൾ വേറൊരു കയറ് അവിടെ നിന്നെടുത്തു, അതും കൂട്ടിക്കെട്ടി, അതും ഏച്ചു കൂട്ടി. അപ്പോഴും അതെ കുറച്ചൊരു കുറവ്. നോക്കുമ്പോൾ ഒരു 2 വിരൽ നീളം കുറവാണ്. മൂന്നാമതും കയറ് കൊണ്ടുവരലുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ഗോപികമാർ. അവരിങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ യശോദയ്ക്ക് അവർ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊരു അഭിമാനമായി. തന്നെ നോക്കി ഇവർ ചിരിക്കുന്നു. അവരോട് വേഗം പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരും കയറ്, ഉണ്ണിയെ പിടിച്ച് കെട്ടിയിടാമെന്ന് പറഞ്ഞപ്പോൾ അവരും കയറൊക്കെ കൊണ്ടുവരൽ തുടങ്ങി. ഇങ്ങനെ കൊണ്ടുവന്ന കയറിന് യാതൊരു കണക്കുമില്ല. എന്നാൽ ഇവിടെ കൃത്യമാണ്. ഒരു 2 വിരൽ എത്ര കൂട്ടി കെട്ടിയിട്ട് ബന്ധിക്കാൻ പറ്റണമില്ല. ഇങ്ങനെ യശോദ ആകെ ഇങ്ങോട്ട് പരവശയായിട്ട് തീർന്നു. ആകെ ഇങ്ങനെ വേർത്തൊലിക്കാൻ തുടങ്ങി, ക്ഷീണിക്കാൻ തുടങ്ങി. വസ്ത്രമൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. തലമുടി അഴിഞ്ഞു വീഴുന്നുണ്ട്. ആ മുടിയിൽ കെട്ടിയതായിട്ടുള്ള പൂമാലയൊക്കെ ഇങ്ങനെ ഉയർന്നു വീഴുന്നു. ഇങ്ങനെ തന്നെ കെട്ടാൻ ശ്രമിച്ചിട്ട് ക്ഷീണം കൊണ്ട് തൻ്റെ അമ്മ വല്ലാതെ ഇങ്ങനെ ദുഃഖിക്കണമല്ലോ എന്ന് കണ്ടപ്പോഴാണ് ഭഗവാന് അമ്മയുടെ ആ വാത്സല്യവും തന്നോടുള്ള ആ പ്രേമഭാവമൊക്കെ ഓർത്തുകൊണ്ട് ഭഗവാന് യശോദയോടൊരു കാരുണ്യം തോന്നിയതാണ്. ആ കാരുണ്യം അങ്ങോട്ട് യശോദയിലേക്ക് എത്തലും ഭഗവാന്റെ കൃപ അത് യശോദയിലേക്ക് അങ്ങോട്ട് എത്തലും ആദ്യം എടുത്ത കയറുകൊണ്ട് തന്നെ യശോദയ്ക്ക് ഉണ്ണിയെ പിടിച്ച് കെട്ടിടാനായിട്ട് സാധിച്ചു. സത്യത്തിൽ ഭഗവാനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഭഗവാനെ ഒരാൾക്ക് ബന്ധിക്കാൻ സാധിക്കുക? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഉള്ളിലാണ്. എന്നാൽ ഭഗവാനാണെങ്കിലോ അകം, പുറം, മോൾഭാഗം, അതുപോലെ ആദി, അന്തങ്ങൾ, ഇതൊന്നും ഭഗവാന് ബാധകമായിട്ടുള്ളതല്ല. അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെയാണ് ബന്ധിക്കാനായിട്ട് സാധിക്കുക? സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ എങ്ങനെ ബന്ധിക്കാൻ സാധിക്കും? എന്നാൽ യശോദ ഇപ്പോൾ ഭഗവാനെ കെട്ടിയിട്ടു എന്നും പറയുന്നുണ്ട്. കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരു തലത്തിൽ സത്യമാണ്. കാരണം ഒരിക്കലും ബന്ധിക്കാൻ സാധിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്. എന്നാൽ ഇപ്പം എങ്ങനെ യശോദയ്ക്ക് കെട്ടിടാൻ സാധിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ കാണിച്ചു തരാണ്. താൻ ഭക്ത അധീനനായിട്ടാണ് വർദ്ധിക്കുന്നത്. അഹം ഭക്തപരാധീന എന്ന് അംബരീഷ ചരിത്രത്തിലൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ ഭക്തപരാധീനനായിരിക്കുന്ന ഭഗവാൻ ഭക്തന്മാർ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഭഗവാന്റെ കാരുണ്യം. ചിലപ്പോൾ ജ്ഞാനികൾ പറയും ഭഗവാനെ കെട്ടാൻ പറ്റില്ല എന്നൊക്കെ. എന്നാൽ പ്രേമത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചതായിട്ടുള്ള ആ യശോദാദേവിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ അധീനത്തിലാണോ ആ ഭഗവാനെ ബന്ധിക്കാനായിട്ട് സാധിച്ചു.
പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ അധീനത്തിലാണ്. എന്നാൽ ഇതാ ഭഗവാനോ ഭക്ത അധീനനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതാ യശോദാദേവിക്ക് ഉണ്ണിയെ പിടിച്ച് കെട്ടിടാനായിട്ട് സാധിച്ചത്. ഞാനെന്നും എൻ്റെ എന്നുമുള്ള ആ അഹന്താമമതകളാകുന്ന അജ്ഞാനങ്ങൾ മാറിയതോടുകൂടി യശോദാദേവിയുടെ ഉള്ളിലുള്ള ആ പ്രേമ വാത്സല്യവും ആ ശുദ്ധിയും അത് ഇതാ ഭഗവാനെ ഉലൂഹലത്തിൽ ബന്ധിക്കാനായിട്ട് യശോദയ്ക്ക് സാധിക്കാൻ കാരണമായിട്ട് തീർന്നു. അങ്ങനെ ദാമം കൊണ്ടമ്മ പിടിച്ചു വരിഞ്ഞപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണഹരി. അങ്ങനെയുള്ള ആ ദാമോദരനായിട്ടുള്ള ഭാവത്തിൽ ലോകത്തിന് മുഴുവൻ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അത്ര സുലഭമല്ലാത്ത ആ ഭഗവാൻ ഇപ്പോൾ യശോദയുടെ മുമ്പിൽ ഒരൊരലിങ്ങനെ പിടിച്ച് കെട്ടിയിട്ടതായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നു. ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം എന്നിങ്ങനെ സജ്ജനങ്ങൾ പറയണു. അങ്ങനെയുള്ള യശോദാദേവി ഉണ്ണിയെ പിടിച്ച് കെട്ടിയിട്ടതായിട്ടുള്ള രംഗം ദാമോദരനായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് 2 നീർമരുത് വൃക്ഷങ്ങളെ കാണാൻ സാധിക്കുന്നു. ഭഗവാൻ അറിയാം അത് കുബേരപുത്രന്മാരായിരിക്കുന്ന നളഗോപുര മണിഗ്രീവന്മാരാണ്. നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് വൃക്ഷങ്ങളായിട്ട് തീർന്ന അവരെ അനുഗ്രഹിക്കലാണ് തൻ്റെ ഈ ലീലയുടെ മറ്റൊരു ലക്ഷ്യം എന്നുള്ളതിനെ ഉറപ്പിച്ചുകൊണ്ട് ആ ദാമോദരനായിട്ടുള്ള ഭഗവാൻ ലോകത്തിൻ്റെ മുഴുവൻ എല്ലാ പ്രാരബ്ധ ബന്ധങ്ങളെയും ഇല്ലാതെയാക്കി അനുഗ്രഹിച്ചുകൊണ്ടുള്ളതാണ് ഭഗവാന്റെ ഈ ഒരു ദാമോദര ലീല. ആ ദാമോദരനായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് വാക്കുകളെ ശ്രീഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.